നമുക്ക് സക്സസ് ആണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവാസ് അക്കാഡമി ചൂസ് ചെയ്യണോ. ഞാൻ ഇതൊരു പ്രൊമോഷനായിട്ടോ അങ്ങനെയല്ല, എൻ്റെ മനസ്സിലായി എൻ്റെ ഒരുപാട് പേരോട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുക. കാരണം ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും രണ്ടാമത്തെ വെച്ചു. ഇപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്രയും ഞാൻ ബ്ലെസ്ഡ് ആണ്. ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു അക്കാഡമി വേറെ ഉണ്ടാവുമെന്ന്. ഹായ് എവരിവൺ, എൻ്റെ പേര് അനില. ഞാൻ റീസെൻ്റ്ലി ഓസ്കി വിന്നറായ വ്യക്തിയാണ്. ഞാൻ ഈ ഓസ്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു എനിക്ക്. കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. ഞാൻ അങ്ങനെ ഓൺലൈനും ഓഫ്ലൈനും രണ്ടും ഇവാസ് അക്കാഡമിയിലാണ് എടുത്തിരുന്നത്. പക്ഷേ ഓഫ്ലൈനിൽ ചെന്നപ്പോഴാണ് ശരിക്കും എനിക്ക് കോൺഫിഡൻസ് എന്നൊരു സംഭവം കിട്ടിയത്. എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കോൺഫിഡൻസിൻ്റെയായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, അവിടെ ചെന്ന് ഓരോ ഡേ ബൈ ഡേ, അതായത് ഒരു 2-3 ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വന്നില്ല. കാരണം ആ ട്യൂട്ടേഴ്സൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കറക്ഷൻ തരുമായിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഇനി എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു അക്കാഡമി വേറെ ഉണ്ടാവുമെന്ന്. കാരണം അത്രയും നന്നായിട്ടായിരുന്നു നമുക്ക് കറക്ഷൻ തരുന്നത് ഡെയിലി. അതായത് അവിടെ ഞാൻ 6 days ക്ലാസ്സാണ് എടുത്തിരുന്നത്. നമുക്ക് ഡെയിലി മാക്സിമം 10 സ്റ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്യൂട്ടേഴ്സാണ്. അവരുടെ മുന്നിലാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കറക്ഷൻ കിട്ടും. ആ കറക്ഷൻ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം നമ്മൾ സെക്കൻഡ് ഡേയിൽ ആ കറക്ഷൻ മാക്സിമം വരുത്താതെ നോക്കും. അങ്ങനെ ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആവും. പിന്നെ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും, അതായത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ പേഷ്യൻ്റായിട്ട് നിൽക്കുന്നത് നമ്മൾക്ക് വേറെ ഇത് തരുവാണെങ്കിലും നമ്മൾ പാനിക് ആവില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എനിക്കതാണ് അവിടെ നിന്ന് തോന്നുന്നത്. ട്യൂട്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ ട്യൂട്ടേഴ്സും. കാരണം മാം സോണി മാമിനെ അറിയാലോ, ഓൺലൈൻ ക്ലാസ്സിൽ വെച്ച് തന്നെ ഇത്രയും നല്ലൊരു മാംസിനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓഫ്ലൈനിലെ ട്യൂട്ടേഴ്സും. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് എന്ത് കറക്ഷൻ, നമുക്ക് എന്താ പറയുക, എത്ര അവർ ബിസി ആണെങ്കിലും, ഈവൻ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവരെ എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും കറക്ഷൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നു. അവർക്ക് ഒരു എന്താ പറയുക, ഇത്രയും ക്ഷമയോടുകൂടി ഞാനിങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ എന്താ ചെറിയ ഡൗട്ടായിരിക്കും, പക്ഷെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അതിനുള്ള ആൻസറും തന്നു. കാരണം അത്രയും നന്നായി. ഞാനാണെങ്കിൽ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനെന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് ഓസ്കി കിട്ടിയത്. ഫസ്റ്റിൽ ഞാൻ എന്താ പറയുക, എൻ്റെ പ്രശ്നം എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. അകത്ത് ചെല്ലുമ്പോൾ ടെൻഷൻ അടിച്ച് ഞാൻ ഉള്ളതും കൂടി പോയി. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ല. കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഇഷ്ടം പോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതും ട്യൂട്ടേഴ്സിൻ്റെ മുന്നിൽ. പിന്നെ എന്നാ സ്പെഷ്യലായിട്ട് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സക്സസ് ആണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവാസ് അക്കാഡമി ചൂസ് ചെയ്യണോ. ഞാൻ ഇതൊരു പ്രൊമോഷനായിട്ടോ അങ്ങനെയല്ല, എൻ്റെ മനസ്സിലായി എൻ്റെ ഒരുപാട് പേരോട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുക. കാരണം ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും രണ്ടാമത്തെ വെച്ചു. ഇപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്രയും ഞാൻ ബ്ലെസ്ഡ് ആണ്. ഞാൻ അവിടെ പോയി എൻ്റെ കോച്ചിങ് എടുത്തതാണ്. ശരിക്കും ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം അത്രയും എന്നെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാംസും, അഖില മാം, അനറ്റ് മാം, ആൻ മാം, സോണിയ എന്ന് പറഞ്ഞൊരു മാമുണ്ട്, എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അനു മാം. അതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക, എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയെന്ന് വെച്ചാൽ അതെനിക്ക് വാക്കുകളിലൂടെ പ്രകടിക്കാൻ പറ്റില്ല. അത്രയും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും, ഇവാസ് അക്കാഡമിയിലെ എല്ലാവർക്കും എൻ്റെ 1000 നന്ദി.